മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി തമിഴ്നാട് സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് ബഡ്ജറ്റിൽ ധനമന്ത്രി മാരി വിൽസൺ പ്രഖ്യാപിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിൽ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് സംസ്ഥാന ബഡ്ജറ്റിലെ ഈ നിർണായക പ്രഖ്യാപനം. തമിഴ്നാട് സംസ്ഥാന ബഡ്ജറ്റ് അവതരണ വേളയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്താനുള്ള തുടർച്ചയായ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. അണക്കെട്ടിൽ നിലവിലത്തെ ജലനിരപ്പ് 136 അടിയായി നിലനിൽക്കുമ്പോൾ അത് ഘട്ടം ഘട്ടമായി 142 അടിയായും തുടർന്ന് അണക്കെട്ട് പൂർണ്ണമായും ബലപ്പെടുത്തിയ ശേഷം 152 അടിയായും ഉയർത്താനാണ് തമിഴ്നാട് ലക്ഷ്യമിടുന്നത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർത്തുന്നത് താഴെയുള്ള ജനവാസ മേഖലകളുടെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് കേരളം സുപ്രീം കോടതിയിലും പൊതുവേദിയിലും നിരന്തരം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പെരിയാർ തീരത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന നീക്കത്തെ കേരളം ശക്തമായി എതിർക്കുമ്പോൾ കേരളത്തിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് തമിഴ്നാട് ഭരണകൂടം നിലകൊള്ളുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിന് പുറമെ അയൽ സംസ്ഥാനമായ കർണാടകയിലുള്ള കാവേരി നദീജല തർക്കത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച നിലപാടിലാണ് തമിഴ്നാട് ബഡ്ജറ്റിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാടിന് അർഹതപ്പെട്ട കാവേരി ജലം പൂർണ്ണമായും നേടിയെടുക്കുമെന്നും അതിനായുള്ള നിയമപരമായ പോരാട്ടങ്ങൾ ശക്തമായും തുടരുമെന്നും തമിഴ്നാട് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിനെയും സുപ്രീം കോടതിയെയും വിധികളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാടിന് അവകാശപ്പെട്ട കൃത്യമായ അളവിലുള്ള വെള്ളം കർണാടക വിട്ടു നൽകണമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം. കാവേരി നദിക്ക് കുറുകെ കർണാടക സർക്കാർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന വിവാദപരമായ മേക്കേദാട്ട് ബാലൻസിംഗ് റിസർവോയർ പദ്ധതിയെ തമിഴ്നാട് വീണ്ടും കടുത്ത ഭാഷയിൽ എതിർത്തു. മേക്കേദാട്ട് അണക്കെട്ട് യാഥാർത്ഥ്യമായാൽ അത് തമിഴ്നാട്ടിലെ ഡെൽറ്റ മേഖലയിലെ കൃഷിയെയും ലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് തമിഴ്നാടിന്റെ വിലയിരുത്തൽ. പദ്ധതി നടപ്പിലാക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി സംസ്ഥാനത്തെ കുടിവെള്ള തടസ്സങ്ങളും ജലക്ഷാമവും പരിഹരിക്കാൻ അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ബഡ്ജറ്റിലൂടെ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ അണക്കെട്ടിലെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി രൂപീകരിച്ച വിദഗ്ധ സമിതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നിയമ തർക്കങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് പ്രകാരമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി ഈ വർഷം ജനുവരിയിൽ സമിതി രൂപീകരിച്ചത്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി ചെയർമാനായി ഉന്നതതല സമിതിയിൽ നിന്ന് കേരളം ശുപാർശ ചെയ്ത വിദഗ്ധൻ TK ശിവരാജിനെ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഒഴിവാക്കിയിരുന്നു. പകരം UP സ്വദേശിയായ ML ശർമ്മയെ നിയമിച്ച കേന്ദ്ര നടപടി വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത്. കേരളത്തിന്റെ സുരക്ഷാ ആശങ്കകളെ നിസാരവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്ന വിമർശനം ഉയർന്നതോടെ കേരള സർക്കാർ കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. സുപ്രീം കോടതി വിധിയുടെ ലംഘനവും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണ് ഉണ്ടായതെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. പ്രതിഷേധം ശക്തമായതോടെ നിലപാട് തിരുത്താൻ നിർബന്ധിതരായ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ശുപാർശ അംഗീകരിക്കുകയും അശുതോഷ് ദാസിനെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി സമിതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. തമിഴ്നാടിന്റെ ബജറ്റ് പ്രഖ്യാപനത്തോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം വീണ്ടും ചൂടുപിടിക്കുകയാണ്. ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കത്തിനെതിരെ കേരള സർക്കാർ സ്വീകരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും.